നമ്മുടെ ഈ ഗ്യാസ് ഏജൻസികളുടെ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ വലിയ ബഹളമാണ്, തിക്കും തിരക്കുമാണ്. കാരണം ഈ ഗ്യാസ് കണക്ഷനും ഇതുമെല്ലാം നമുക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം. അത് ആ ഗ്യാസ് ഏജൻസിയിൽ പോയി അത് ചെയ്യണം എന്നുള്ളൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. നേരത്തെ ഇത് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കമ്പൽസറി ആയിട്ട് അത് ചെയ്യണം എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് എല്ലാ ദിവസവും ഇപ്പോൾ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പലർക്കും അത് വലിയ ബുദ്ധിമുട്ടും ഉളവാക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം കണക്ഷൻ എടുത്ത ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല, അവർ ഒരുപക്ഷെ വിദേശത്തായിരിക്കും. അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രായമേറിയവരുടെ പേരിൽ കണക്ഷൻ എടുത്ത് അവർക്ക് വന്ന് അവിടെ അത് ഇത് മസ്റ്ററിങ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്യാദി പ്രശ്നങ്ങളൊക്കെ നേരിടുകയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് എന്താണെന്നുള്ളൊരു ചോദ്യമാണ് ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തിനാണ് വാസ്തവത്തിൽ ഈ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മസ്റ്ററിങ് നടത്തുന്നത്? അങ്ങനെ മസ്റ്ററിങ് നടത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആനുകൂല്യം നമുക്കൊരു എന്തെങ്കിലും രീതിയിലുള്ള നമുക്ക് സബ്സിഡിയോ കാര്യങ്ങൾ, ഇപ്പോൾ ഉജ്ജ്വൽ യോജനയിലൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ സബ്സിഡി കിട്ടുന്ന ആളുകൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു മസ്റ്ററിങ് നടത്തുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. പക്ഷെ എല്ലാവരും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു യുക്തി എന്താണ്? അതായത് ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മൾ 810 രൂപ കൊടുത്ത്, അതായത് ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ തീരുമാനിച്ച് നിശ്ചയിച്ചുറപ്പിക്കുന്ന വിലയ്ക്ക് നമ്മൾ വാങ്ങുകയാണ്. അതിനെ ഒരു തരത്തിലുള്ള ഒരു ബാർഗെയിനിങ്ങോ വില കുറയ്ക്കലോ ഏതെങ്കിലും ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. 810 രൂപയും കൊടുത്തിട്ട് ഒരു പാട്ടും പാടിയാലാണ് നമുക്ക് ഈ പറഞ്ഞ ഈ ഗ്യാസ് സിലിണ്ടർ തരികയുള്ളൂ. അപ്പം അങ്ങനെ കമ്പനി മൊണോപ്പൊളി ആയിട്ടുള്ളൊരു കമ്പനികളാണെന്ന് ആലോചിക്കണം. ഈ മേഖലയിൽ കുത്തക അവരാണ്. അവർ തന്നെ വില തീരുമാനിക്കുന്നു. നമ്മൾ ആ വിലയ്ക്ക് ഒന്നും മിണ്ടാതെ നമ്മൾ അതനുസരിച്ച് ആ വില കൊടുത്ത് സാധനം വാങ്ങുന്നു. ഇങ്ങനെ സാധനം വാങ്ങുന്ന ആളുകളുടെ രേഖകൾ മസ്റ്ററിങ് നടത്തി അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അത് നമുക്ക് മനസ്സിലാവുന്നില്ല. മുമ്പ് നമുക്ക് ഈ സബ്സിഡി എന്ന് പറയുന്നത് ആ വിലയിൽ തന്നെ കുറച്ച് തന്നിരുന്നു. അങ്ങനെയാണ് സബ്സിഡി ഉണ്ടായത്. പിന്നീട് നമ്മളോട് പറഞ്ഞു അങ്ങനെ ഒരു സബ്സിഡി അത് വലിയ ദുരുപയോഗ സംഭവങ്ങളൊക്കെ നടക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പൈസ അടച്ചോ, നിങ്ങളുടെ സബ്സിഡി നേരെ ബാങ്കിൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എല്ലാവരും പോയി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ പോയി 100 രൂപയൊക്കെ മുടക്കി എല്ലായിടത്തും പോയി ഈ ബാങ്ക് അക്കൗണ്ട്, സാധാരണ ആളുകളെല്ലാം പാവപ്പെട്ട ഗ്രാമീണർ നോർത്ത് ഇന്ത്യയിലൊക്കെ അടക്കമുള്ള ആളുകൾ അതിനുവേണ്ടി ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോയി. ആ ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ സ്ഥിതി എന്താണ്? ഏതാനും ആളുകൾ നമുക്ക് ഈ പറഞ്ഞ സബ്സിഡി വന്നു. പിന്നെ അത് സ്വാഭാവികമായ ഒരു അന്ത്യത്തിലേക്ക് ആരും അറിഞ്ഞില്ല സബ്സിഡി നിന്നത്. അതുപോലെ തന്നെ ഈ ബാങ്കുകളിൽ ഇതുപോലെ 100 രൂപ അടച്ച് ഇങ്ങനെ ഈ അക്കൗണ്ട് എടുത്തത് മഹാഭൂരിപക്ഷവും അൺഓപ്പറേറ്റീവായിട്ട് മാറി. കാരണം അത്തരത്തിൽ ബാങ്ക് ഇടപാട് നടത്താൻ പ്രത്യേകിച്ചൊന്നും അവിടെ ഈ ഗ്രാമീണ മേഖലയിൽ, കേരളത്തിലെ കാര്യമല്ല, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആവശ്യമില്ല. അതുകൊണ്ട് ആ അൺഓപ്പറേറ്റീവായിട്ട് മാറിയ ആ 100 രൂപ ചേർത്തുള്ള കോടികൾ എങ്ങോട്ടേക്ക് പോയി? ബാങ്കുകളുടെ കൈകളിലേക്ക് പോവുകയാണ്. അപ്പം അത്തരത്തിലൊരു കാര്യം നടന്നു. ഇപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ വീണ്ടും മസ്റ്ററിങ് നടത്തണം. അപ്പം നമുക്ക് ഒരു സാധനം നമ്മൾ ആ കമ്പനി നിശ്ചയിക്കുന്ന വില കൊടുത്ത് വാങ്ങുമ്പോൾ അതുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു കടയിൽ പോയിട്ട് 2 കിലോ പഞ്ചസാരയും 1/2 കിലോ മുളകും 3 പാക്കറ്റ് ഉപ്പും വാങ്ങിച്ചാൽ അവിടെ ആധാർ ലിങ്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? അവിടെ നമ്മുടെ ആധാറുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും മസ്റ്ററിങ് എന്തെങ്കിലും നടത്തേണ്ട കാര്യമുണ്ടോ? നമ്മൾ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു. അത് തന്നെയല്ലേ ഇവിടെ ഈ ഗ്യാസിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും സബ്സിഡി സ്വീകരിക്കുന്ന ആളുകൾക്ക് മസ്റ്ററിങ് വേണം, അവരത് ലിങ്ക് ചെയ്യണമെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനികൾക്ക് നാളെ ഒരു കാര്യം പറയാം, പെട്രോൾ പമ്പിൽ പെട്രോളും ഡീസലും അടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആധാർ ലിങ്ക് ചെയ്യണം. അപ്പം എന്തിനാണ് ഈ ആധാർ ലിങ്ക് ചെയ്യുന്നത്? ആ ചോദ്യത്തിന് മറുപടിയില്ല. ആധാർ ലിങ്ക് ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാണ്, മസ്റ്ററിങ് നടത്തുക. പക്ഷെ എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ് സാധാരണ ഒരു ഉപഭോക്താവിൻ്റെ ഗ്യാസിൻ്റെ കാര്യത്തിൽ മസ്റ്ററിങ് നടത്തുന്നത്? അതിനുള്ള ഉത്തരവില്ല. അവിടെയാണ് പ്രശ്നം.
അതെന്താ അവിടെയാണ് ട്രാൻസ്പെറൻസി, സുതാര്യത ഇല്ലാതാവുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏതോ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഇന്ത്യയിലെ ഗ്യാസ് ഉപയോഗിക്കുന്ന, പാചകവാതകം ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷനുള്ള ആളുകളുടെ ഡേറ്റ ആവശ്യമുണ്ടാകാം. അതായിരിക്കാം ഒരു കാരണം. നമുക്കത് പറയാൻ കഴിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ ഏതോ താല്പര്യ കക്ഷികൾക്ക് താല്പര്യമുണ്ട്. അതല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യം, ഈ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പാര ഇതിൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. ആ പാര ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ആണ്. അത് നമുക്ക് ഭാവിയിലെ ഒരു പക്ഷേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പം കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിനകത്ത് ഇതൊന്നുമില്ല, ആരും ബഹളം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല, ഇതിനകത്തൊരു ഡെഡ് ലൈൻ ഒന്നും കൊടുത്തിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതുകൊണ്ട് കണക്ഷൻ പോകുമൊന്നുമില്ല. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. അതല്ല പ്രശ്നം. നാളെ ഈ കമ്പനികളിൽ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സിലിണ്ടർ ലഭിക്കുന്നതല്ല എന്നാണ് മെസ്സേജ് വരുന്നതെങ്കിൽ കേന്ദ്രമന്ത്രി സമാനം പറയൂ. ഒരാളും മറുപടി പറയാനുണ്ടാവില്ല. അതാണ് ഈ ആശങ്ക. അതാണ് ഈ ഗ്യാസ് ഏജൻസിയുടെ മുമ്പിൽ ക്യൂ നിന്ന് ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം. ചിലയിടത്ത് കയ്യാങ്കളി വരെ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തിനാണ് കേന്ദ്ര സർക്കാരെ, പൊതുമേഖല എണ്ണ കമ്പനികളെ ഈ തരത്തിൽ ഈ മസ്റ്ററിങ് എല്ലാവരെയും കൊണ്ട് നടത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് സാമാന്യ ജനങ്ങൾ ഒരേ സ്വരത്തിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, ആർക്കെങ്കിലും ഡേറ്റ കൈമാറ്റത്തിനാണോ, എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തരുന്നത് നന്നായിരിക്കും. കേന്ദ്രം പെട്രോളിയം മന്ത്രിയൊക്കെ കുറേ വാചകം അടിക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു മറുപടിയെങ്കിലും ഒന്ന് കേൾക്കാൻ ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരായ വോട്ട് ചെയ്യുന്ന ജനതയ്ക്ക് അവകാശമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം.